നിധി, ശല്യപ്പെടുത്തണ്ട, ചെന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ക്ഷീണം കൊണ്ടാണല്ലോ. ഇതൊന്ന് ശരിക്കും നോക്കിയത് പോലും ഇല്ലല്ലോ. ഇനി എനിക്ക് തോന്നിയതാണോ? കണ്ടടാ മാജിക്. കണ്ടു. ആയിക്കോട്ടെ. ഇപ്പൊ കാണിച്ചു ഇനി കാണിക്കരുതേ. സുധീഷേ, ഓ ഇതൊക്കെ എടുത്ത് മാറ്റിക്കൂടെ? ഇരിക്കട്ടെ സുഭാഷേട്ടാ, നിധിയുടെ പിറന്നാൾ നമ്മൾ ആഘോഷല്ലേ. ഒരു ദിവസം മുഴുവൻ തോരണം ബലൂണൊക്കെ ഇവിടെ തന്നെ കിടക്കട്ടെ, അല്ലേ നിധി? ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്ത് പറ്റി മോളെ? കോഫി എന്തെങ്കിലും വേണോ? വേണ്ട. ഏടത്തല്ലാതെ ഡള്ളായിരിക്കുന്നല്ലോ, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. നോക്കേ, വാ. സുഖാണോ മോളെ? അതെ സുഭാഷേട്ടാ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. എന്തിനാ മോളെ ഇതൊക്കെ? ഇരിക്കട്ടെ, എനിക്ക് കഴിയുന്നൊരു ചെറിയ സമ്മാനമല്ലേ. ഇത്രയും വലുതോ? ഇങ്ങോട്ട്. അല്ല നീതു, തന്റെ വീട്ടുകാർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോ? അതെ. അല്ല, വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേ. അവരറിഞ്ഞു ഞാൻ നല്ല ചീത്ത പറയില്ലേ? ഞാൻ പറഞ്ഞതാ. ചീത്തയും തല്ലൊക്കെ എന്ന് പതിവുള്ളല്ലേ സുഭാഷേട്ടാ. എത്ര നിസ്സാരേട്ടാ മോളിത് പറയുന്നേ. എന്നും ഹരീഷിന്റെ പേരും പറഞ്ഞ് അടി വാങ്ങി ശീലായതുകൊണ്ടാ. ഇന്ന് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നു അറിഞ്ഞ അടി ഉറപ്പാ. പക്ഷെ സാരില്ല, എന്തായാലും ഇവിടെ വന്ന് താമസിക്കേണ്ട വീടല്ലേ, അല്ല ഹരീഷേ? അയ്യടാ. അപ്പോ കല്യാണം കഴിക്കുന്ന ഉറപ്പായി അല്ലേ? സുധീഷ് ഏട്ടൻ കഷ്ടപ്പെട്ട് ഞങ്ങളെ പിരിച്ചു മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം കഴിക്കും. തമാശ തമാശ. ഓ, ആവോ ആവോ. അയ്യോ, പിറന്നാൾ ആശംസകൾ. അല്ല, രണ്ടുപേരും ഇരിക്കേ. ഞാൻ ഇവിടെ നിന്നോളാം സുമാസേട്ടാ. ചന്ദ്രനി തൂ ബൈഠ് ജാ. അതെ, ഞാനിപ്പോ सब अच्छा है? हाँ हाँ अच्छा है. ये पूरा मेरा आइडिया है. हाँ. ആണോ? കഴിക്കേ. താങ്ക് യു. Thank you. എല്ലാവരും ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നേക്കണല്ലേ. അടുത്ത ഫംഗ്ഷൻ വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ചോദന എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, അവളെനിക്ക് അനിയത്തി പോലെ.
വേണ്ടാത്തവരെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ ചവിട്ടി കൂട്ടി ഞാൻ. ശരിക്കും എന്നാ ഓക്കെ. അയ്യേ. എന്നാ ഞങ്ങൾ പോട്ടെ ഭയ്യ. ആ ആ എന്നാ ഞാനും ഇറങ്ങുക. അല്ല ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഇവരുടെ കൂടെ പൊക്കോളാം. വേണ്ട. ആ ഇതില് വെച്ചോ. ശരി ചേച്ചി, പോട്ടെ. ശരി ശരി എന്നാ. ബൈ. പോവാ. ബൈ. വാടാ. ഹരീഷേട്ടാ, ഏ? ആ തോരണങ്ങൾക്ക് മാത്രം 5000 രൂപ എത്ര? 5000? ആ അപ്പൊ 500 കൊടുത്തിണ്ടാവും. ഉള്ളതിന്റെ 10 ഇരട്ടി നോണ. അതാണല്ലോ പുള്ളിയുടെ ഒരു കണക്ക്. അതും ശരിയാണ് അല്ലേ? സർപ്രൈസ് കൊടുത്ത് കൊടുത്ത് ശരിക്കും ടയേർഡായി പോയി മോനെ. ആദ്യമായിട്ട് ഒരാൾക്ക് വേണ്ടി കാശ് ചെലവാക്കിയതല്ലേ, ക്ഷീണം കാണും. പരിഹസിക്കാനാ? എടാ സത്യം പറഞ്ഞതാടോ സുധീഷേട്ടാ. ഇന്നാരെന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരില്ല. കാരണം എന്താണെന്നറിയൂ, ഇന്ന് ഞാൻ വിചാരിച്ചതും വിചാരിക്കാത്തതും നടന്നു. നോക്കടാ, അങ്ങോട്ട് തിരിഞ്ഞാലൊരു സർപ്രൈസ്, ഇങ്ങോട്ട് തിരിഞ്ഞാലൊരു സർപ്രൈസ്, അങ്ങോട്ട് നോക്കിയാലും സർപ്രൈസ്. അങ്ങനെ സർപ്രൈസിന്റെ മുകളിൽ സർപ്രൈസ് കൊടുത്ത് 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 ഞാൻ അങ്ങ് അതിശയിപ്പിച്ചു കളഞ്ഞില്ലേ? അപ്പൊ അതിശയിപ്പിക്കാൻ ചെയ്തതാണ്, അല്ലാണ്ട് ഉള്ളിന്ന് ഒരു തോന്നലുണ്ടായിട്ട് ചെയ്തതല്ല അല്ലേ? ഐ അങ്ങനെ പറയലടാ, അത് ഉള്ളിന്ന് തോന്നിയതുകൊണ്ടങ്ങ് ചെയ്താടാ. ഇതുകൊണ്ടൊന്നും ആയില്ല മകനേ, ഇനിയും ഒരു സർപ്രൈസ് ബാക്കിയുണ്ട്. അതെന്ത് സർപ്രൈസ്? അതേ, അവൾക്ക് ഈ നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാ. ഒരു നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോവാന്ന് കരുതി. ഒരു ലോങ് ഡ്രൈവ്. നൈറ്റ് റൈഡ്, അതും ലോങ്. സുധീഷന്റെ സുന്ദരമായ നടക്കാത്ത സ്വപ്നം. നടക്കാത്ത സ്വപ്നം നീ കണ്ടോടാ? എങ്ങനെ നടക്കാനാ? ലൈസൻസ് പോലീസ് സ്റ്റേഷനിലല്ലേ, അവിടെ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് ഭാര്യയും കൂട്ടി ഒരു ലോങ് ട്രിപ്പ് പോകണം, ഒരു രാത്രിക്ക് ലൈസൻസ് ഒന്ന് തരുമോന്ന്? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എന്റെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ ഓടിക്കും. അല്ല, നൈറ്റ് ഡ്രൈവ് മാത്രമാണോ സർപ്രൈസ്? അല്ല, അവിടെയാണ് ഡബിൾ ധമാക്ക. നൈറ്റ് ഡ്രൈവ് എന്ന സർപ്രൈസിന് പോകുമ്പോ റിവീൽ ആവുന്നത് മറ്റൊരു സർപ്രൈസ്. അന്ന് ബീച്ചിൽ വെച്ച് പറയാൻ പറ്റാത്ത പ്രണയം ഞാൻ ഇന്ന് പറയും. നോക്കടാ. എന്താ നോക്കണേ? നക്ഷത്രങ്ങളുണ്ടോന്ന് നോക്കിയതാ. എന്തിന്? മഴ പെയ്യില്ലാന്ന് ഉറപ്പിക്കാനാ? ഒന്ന് പോടാ ആരാസിക. എടാ അല്ലെങ്കിൽ വേണ്ട. എടാ അതെ, ഒന്ന് ആലോചിച്ച് നോക്കേ. നയന മനോഹരമായ കടൽ തീരം, അവിടെ തിരകൾ വന്ന് തീരത്തെ പുലുകിക്കൊണ്ടിരിക്കുന്ന സമയം, ആകാശത്ത് പൂർണ്ണചന്ദ്രൻ, നിറയെ താരങ്ങള്. ഒരാളോട് ഐ ലവ് യു എന്ന് പറയുമ്പോ ആ സീൻ സെറ്റ് ആയിരിക്കണം. ഓക്കേ? അതെ. പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി കണ്ണൻ ചിപ്പിക്കും വിധത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി, കാതടുപ്പിക്കും വിധം ഇടിമുഴുങ്ങിയ ആകാശത്ത് കാർമേഘങ്ങൾ തിങ്ങി നിറയുന്നു. ഘോരമായ പേമാരി, കയറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത കാമുകി കാമുകമാര് തലയിൽ കൈ വെച്ചിട്ട് പാഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ഭാവന? കളിയാക്കിക്കൂടാ, കളിയാക്കോ. ഡാ നീ നോക്കിക്കോ, ഇന്നത്തോടെ എന്റെ വൺ വേ ലവ് ലൈഫിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാ. ഉറപ്പാ. സൂപ്പർ ഏട്ടാ, ഈ കോൺഫിഡൻസ് ആണ് ചേട്ടന്റെ മെയിൻ സ്ട്രെങ്ത്. അതെ, എന്ത് വേട്ടാവളിയത്തരം ചെയ്യാൻ മടിയില്ലാത്തത് ഈ ഒരു കോൺഫിഡൻസ് കൊണ്ടാ. സാരില്ല. സുധീഷ, ഓ എന്തോ സുധീഷ, ഓ എന്തോ
എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവോ? പറ്റോ? ഏ? എന്താ അങ്ങനെ ചോദിക്കുന്ന? ഞാൻ റെഡിയാണ്. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ആ ശരി. ശ്ശേ, കണ്ടില്ലടാ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവൾ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. ഓ, ഇന്ന് സർപ്രൈസുകളുടെ പൂരമാണല്ലോ. എനിക്ക് വയ്യ. പോ. ആ ശരി പോ. എടാ ഹരീഷ്, താക്കോലിടാ. വേണ്ട, ഈ വണ്ടി എടുക്കാം. ഓക്കെ, പിടിച്ചോ. ഇയാള് ഞാനേ താക്കോൽ എടുത്തിട്ട് വരാം. ഞാൻ എടുത്തിട്ടുണ്ട്. അതെയോ? എന്നതാ? വേണ്ട, ഞാനാ ഓടിക്കുന്നത്. വാ. അല്ല, ഞാൻ കേറിക്കോട്ടെ? കേറൂ. ബൈ. ടാറ്റാ. താറ്റ പൊക്ക പൊക്ക. ഹരീഷേട്ടാ, അവസാനം ഏഴത്തിലെ സർപ്രൈസ് ആയിരുന്നു പഞ്ച് അല്ലേ? അതാണ് എനിക്കൊരു ടെൻഷനും. എന്തിന്? അറിയില്ല, നോക്കാം. ഹരീഷേട്ടൻ എന്തിനാ ടെൻഷൻ? അതെ, പേടിക്കാതെ ഓടിച്ചോളണം കേട്ടോ. പുറകെ വരുന്നൊരു ഹോൺ അടിക്കും. നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ വഴിക്ക് പോണം. ഈ വലത്തെ കണ്ണാടി നോക്കി ഓടിച്ചാൽ മതി. ഇപ്പോ പഴയതുപോലൊന്നും അല്ല കേട്ടോ. നിധി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പഴയ ഒരു ആട്ടം ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇപ്പൊ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തെ ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് ഇല്ലേ, അതിനാണ് കയ്യടി. പൊളിച്ചു. യു ആർ റിയലി അമേസിംഗ്. ഷോ, താൻ വാശി എടുത്തിട്ടേ എത്ര പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിച്ചെന്ന് ആലോചിക്കുമ്പോഴേ സംഭവം തന്നെയാ. എന്താ ഇവളൊന്നും മിണ്ടാത്ത? അങ്ങോട്ട് പോയി കാര്യം പറഞ്ഞാലോ? എന്തു പറയുന്നേ? നിധി, ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? ഏയ് വേണ്ട, അത് വളരെ പ്ലെയിനായി പോവും. നിധി, ആക്ച്വലി അന്ന് ശരിയാവില്ല. എന്നെ കല്യാണം കഴിക്കാമോന്ന് ഡയറക്റ്റായി അങ്ങ് ചോദിച്ചാലോ? ഹലോ, ഇതാര്? എന്താണ് പരിപാടി? അത് നിനക്കെന്നെ അറിയാലോ. അറിയാം. ഒരിക്കൽ ബീച്ച് വെച്ച് നാണം കെട്ടതാ, അത് ഓർമ്മയുണ്ടല്ലോ. ആ, അന്ന് മറ്റൊരാളുടെ കാര്യത്തിന് ഉദാഹരണം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആക്ച്വലി ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞാ അവൾക്കത് മനസ്സിലാവും. എടാ, അവൾക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നവരെ കാത്തിരിക്കാന്നല്ലേ നീ എന്ന് തീരുമാനിച്ചത്? അതും കരുതിയിരുന്നാലേ കാത്തിരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അവളുടെ ഓഫീസിൽ ഒരുത്തൻ അവളെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക അവിടെ. ഇനി ഞാൻ കാത്തിരുന്നാലേ അവൾക്ക് എന്നും ആ കാറിൽ പോയാൽ മതി എന്ന് തോന്നും. അവൾക്ക് എന്നോട് നാച്ചുറലായി ഇഷ്ടം വന്നോട്ടെ എന്ന് കരുതി ഇനിയും ഗ്യാപ്പിട്ട് നിന്ന് കഴിഞ്ഞാലേ ആ ഗ്യാപ്പിൽ അവൻ വന്നങ്ങ് ഫില്ല് ചെയ്യുന്നേ, അതുറപ്പാ. അവൾക്ക് എന്നോട് നാച്ചുറലായി ഇഷ്ടം വന്നോട്ടെ എന്ന് കരുതി ഇനിയും ഗ്യാപ്പിട്ട് നിന്ന് കഴിഞ്ഞാലേ ആ ഗ്യാപ്പിൽ അവൻ വന്നങ്ങ് ഫില്ല് ചെയ്യുന്നേ, അതുറപ്പാ. നിധിയുടെ കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ കളിച്ച കളി പോലെ അവൻ എന്തെങ്കിലും ഒരു കളി കളിച്ചാലേ അവസാനം നഷ്ടം എനിക്കല്ലേ? യെസ്, അവനാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, കാശുണ്ട്, കാറുണ്ട്, കമ്പനിയുണ്ട്.
എനിക്കെന്ത് കോപ്പുണ്ടായിട്ടാ? പോരാത്തതിനും കൊടുക്കത്ത ഇംഗ്ലീഷും. പിന്നെ ഇതൊക്കെ കണ്ട് അവളങ്ങ് ഇമ്പ്രസ് ആയാലേ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞോണ്ടേ ഞാൻ എന്നും തോമസ് ചേട്ടനോട് ഷെയർ ഇടാൻ നിൽക്കേണ്ടി വരുമെന്നേ. അതുകൊണ്ട് നേരത്തെ നമ്മുടെ കാര്യം പറയുന്നല്ലേ നല്ലത്. അപ്പോ നീ പറയാൻ തീരുമാനിച്ചോ അല്ലേ? യെസ്. ആദ്യം ഞാൻ ഇഷ്ടമാണെന്ന് പറയും. റിയാക്ഷൻ എന്താണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇല്ലേ? എടാ, അന്ന് നിന്റെ ഫ്രണ്ട് സതീഷിനടുത്ത് നീതി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? എടോ, ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നീ തന്നെ എന്നെ പേടിപ്പിക്കില്ല സുധീഷേ. ഇത് ഈ പറയാത്ത പ്രേമം പാടാത്ത പാട്ട് പോലെയാടാ. അതിനൊട്ട് റിസൾട്ട് ഉണ്ടാവില്ല. എന്നും നമ്മൾ ഗാലറിയിൽ നോക്കിയിരിക്കേണ്ടി വരും. മനസ്സിലായേ? എന്നാ ശരി, മോൻ ചെല്ല്. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ് മൈ സെൽഫ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയാ? പറയാം. നിധി, ഹാപ്പി ബർത്ത്ഡേ. I love you, Nidhi. I want to marry you. Will you marry me? Huh? Yes! Yes! Success! You! Shit! Shit! ഒരു ബൊക്ക കൂടി വാങ്ങിച്ച് വെക്കായിരുന്നു. വേണ്ട, പോട്ടെ. നിധി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതാ കൂട്ടിക്കൊണ്ട് വന്ന. എന്റെ ജോലി എളുപ്പാക്കാനായിട്ട് ഇവള് എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? കൊള്ളാലോ. മനസ്സിലായി. സർപ്രൈസ് പണി തിരിച്ചു തരാൻ നോക്കുക. ഞാൻ ഞെട്ടിയതുപോലെ അഭിനയിച്ചേക്കാം. പറഞ്ഞോളൂ. നിങ്ങളെന്തോ പറയാൻ വന്നില്ലേ? അത് പറഞ്ഞോളൂ. അയ്യോ, അത് വേണ്ട. നിധി എന്നെ പറഞ്ഞോളൂ. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അത് കാര്യമൊക്കെ ഉണ്ട. ഞാൻ രണ്ടാമത് പറയാം. നിങ്ങൾ ആദ്യം പറ. അല്ല, ഞാൻ തന്നെ ആദ്യം പറയണോ? വേണം. ഞാൻ പറയേ? പറയണം. അത് എടാ സുധീഷേ, ഇനി ആലോചിച്ച് നിൽക്കാതെ അങ്ങോട്ട് തട്ടിവിട്. ഇനിയും കാത്തു നിന്നാ സമയം ഒട്ടും കിട്ടില്ല. പറ, വേഗം പറ. പറ. എനിക്ക് നിധി, എനിക്ക് ഇയാൾ ഒരുപാട് ഇഷ്ടമാണ്. ഇവളെന്താ ഞെട്ടാത്തത്? ഇനി ഒരു പക്ഷേ ഇത് പ്രതീക്ഷിച്ചതായിരിക്കൂ. ഞാൻ മുഴുവനും പറയട്ടെ? പറയണം. ഇനി എന്തിനു ബാക്കി വെക്കണം? നിധിയെ ഞാൻ ആദ്യം കാണുന്നതേ ഇവിടെ ഈ നഗരത്തിൽ വെച്ചാ. നിധിക്കത് ഓർമ്മയുണ്ടാവുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം നിധി വന്ന കാറും എന്റെ ടാക്സിയും തമ്മിൽ ഇടിച്ചില്ല എന്നും പറഞ്ഞ് വഴിയിലൊന്ന് കോർത്തു. നിധിയുടെ കാർ ഓടിച്ചിരുന്നതേ അവനായിരുന്നു, ആ ഓസ്ട്രേലിയൻ കങ്കാരു. അവനും ഞാനും തമ്മിൽ അന്ന് വഴക്കിട്ടു.
പക്ഷേ നിധി എന്ന് എന്റെ സൈഡിലാണ് നിന്നേ. ഈ തെറ്റായിട്ട് ഓടിച്ചത് അവനാണെന്ന് നിധി പറഞ്ഞ ആ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം ശരിക്കും ഞാൻ ഇയാളെ ഇഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിധി. പക്ഷേ വിധി നമ്മളെ വീണ്ടും ഒന്നിപ്പിച്ചു. ഇയാൾക്ക് വേണ്ടി നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും ഇയാളെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ നമ്മളെ വിവാഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ ഇയാള് വീട്ടിലെത്തി. നിധി വീട്ടിൽ കഴിഞ്ഞ ഓരോ നിമിഷവും എനിക്ക് എന്ത് സന്തോഷമായിരുന്നെന്നറിയോ. വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമില്ലാതിരുന്ന എനിക്ക് തന്നെ കാണാൻ മാത്രം വീട്ടിലേക്ക് വരണമെന്ന് തോന്നി. വീട്ടില് താൻ പെരുമാറുന്ന രീതി, അവര് തിരിച്ച് തന്നെ സ്നേഹിക്കുന്ന വിധം എല്ലാം കണ്ടപ്പോ ഞാൻ ശരിക്കും ഹാപ്പി ആയിപ്പോയി. പിന്നെ ഇത്രയും സ്നേഹമുള്ള ഒരാള് ജീവിതത്തിൽ നിന്ന് മിസ്സാവരുതെന്ന് തോന്നി. നിധി ഡിവോഴ്സ് ആവശ്യപ്പെട്ടപ്പോഴേ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ. ഡിവോഴ്സ് കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാം, സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാന്നൊക്കെ നിധി പറയാറില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല നിധി. അതില് ഒരു സന്തോഷം എനിക്കുണ്ടാവാൻ പോകുന്നില്ല. പ്രേമമൊക്കെ ഒറ്റയ്ക്ക് ചുമക്കുന്നത് വലിയ പാടാ നിധി. എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ലടോ. എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലി കണ്ടെത്തി എനിക്കിഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കാനല്ല ഞാൻ വീട് വിട്ടിറങ്ങിയത്. അല്ലാതെ താൻ നിശ്ചയിക്കുന്ന പോലെ ജീവിക്കാനല്ല. ഞാൻ ജീവിതത്തിൽ എടുത്ത ഏറ്റവും ശരിയായ തീരുമാനം ഡിവോഴ്സാ. ഇനി എന്റെ മുന്നിൽ പോലും വരാൻ നോക്കരുത്.